അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രുക്കു ആകെ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. ചന്ദ്ര രുക്കുവിനെ ആശ്വസിപ്പിക്കണം, സാരമില്ല, നമുക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ് വിജയേട്ടൻ ശ്രമിക്കുന്നുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവന് നല്ലൊരു സ്വീകരണം കൊടുക്കാമെന്ന് പറയണം. അത് കേൾക്കുമ്പോൾ രുക്കുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഡെയ്സിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഡെയ്സിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അതേസമയം ഡെയ്സി ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളാരും പോയില്ലേ, പാസ് ഔട്ടിന് പോയില്ലേ എന്ന് ചോദിക്കുമില്ല. ഞങ്ങളൊന്നും പോയില്ല, വിജയേട്ടന് ഭയങ്കര തിരക്കായിരുന്നു, അത് കാരണം ഞങ്ങളൊന്നും പോയില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഡെയ്സി പറയുന്നത് രുക്കുവിനെങ്കിലും പോകാമായിരുന്നു എന്ന് പറയണം. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും ശരി, അവൻ എവിടെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നത്, ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അമ്പാട്ട് കുടുംബത്തിൽ നിന്ന് അവനെ നീ കൊണ്ടുവന്നല്ലോ, ഇപ്പോഴവൻ നമ്മുടെ കുട്ടിയാണ്, അതുകൊണ്ട് അവന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വേണം ചെയ്യാൻ. അവൻ്റെ ദേഷ്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, നമുക്ക് അവനെ വരുമ്പോൾ നല്ലൊരു സ്വീകരണം കൊടുക്കണം എന്ന് ചന്ദ്ര രുക്കുവിനോട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുവിനും ഭയങ്കര സന്തോഷമാവും. അത് ശരിയാണ് എന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഡെയ്സിയുടെ അടുത്ത് പറയണം, നമ്മുടെ വിമൻസ് ക്ലബിൻ്റെ പരിപാടിയിൽ നമുക്ക് അച്ചുവിന് ഇവിടെ വരുമ്പോൾ നല്ലൊരു സ്വീകരണം കൊടുക്കണം, അതിനുവേണ്ടി ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്, ഒരുപാട് പൈസ ചിലവൊന്നും വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കു പറയും, പൈസ ഒന്നും പ്രശ്നമാക്കണ്ട, പൈസ എത്ര വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ പൈസ എടുത്തോളാം എന്ന് ഡെയ്സിയുടെ അടുത്ത് പറയണം കേട്ടോ. അതേസമയം ചന്ദ്ര എങ്ങനെ പറയണം കേട്ടോ, ഞാനേ ആ മേനോൻ സാറിൻ്റെ അവിടെയാണ് ഇപ്പോൾ പ്രശസ്ത എഴുത്തുകാരൻ JK താമസിക്കുന്നത്, അയാളെ നമുക്ക് വിളിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ, ആണോ അയാൾ അവിടെയാണോ താമസിക്കുന്നത്, അതെ അവിടെയാണ് താമസിക്കുന്നത്, അയാളെ നമുക്ക് ക്ഷണിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ ചന്ദ്ര. അതേസമയം ഡെയ്സി ചോദിക്കേണ്ടത് അയാൾ വരുമോ എന്ന് ചോദിക്കാം. ആ വരും, നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് പോകാം ഒരു ദിവസം ക്ഷണിക്കാനേ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ഡെയ്സി ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് തന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ ഡെയ്സിയോട് യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അതേസമയം JK ഒരു കടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ പോകുമ്പോൾ അയാൾ പറയണം, വേണ്ട പൈസ വേണ്ട സാറേ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പാപ്പച്ച എങ്ങനെ പറയുന്നുണ്ട്, അയാൾക്ക് പൈസ വേണ്ട എന്നാണ് പറയുന്നത്, സന്തോഷം മാത്രം മതി എന്നാണ് പറയുന്നത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ JK പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ സന്തോഷമാണെങ്കിൽ നീ നിൻ്റെ കടയടച്ച് പോകേണ്ടി വരും, ഈ പൈസ നീ എന്തായാലും ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞതിന് ശേഷം കൊടുത്തിട്ട് കൈ കഴുകാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ആനന്ദവും മൂന്തനും കൂടി അവിടെ ചായ കുടിക്കാൻ പോവുകയാണ്. അവരുടെ മേത്തൊന്നിങ്ങനെ ഉരസാണ് കേട്ടോ. ഹായ് ബ്രദേഴ്സ് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഇവരെ JK കണ്ടിട്ട് ആകെ ഞെട്ടി പോവുകയാണ് കേട്ടോ. ഇയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് കടക്കാരൻ ചോദിക്കുന്നുണ്ട് പറയുക. അതിന് ശേഷം ഇവർ ബ്രദേഴ്സിനോട് ഹായ് ബ്രദേഴ്സ് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം JK അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. JK പോയതിന് ശേഷം കടക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവരെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് പറയും. നിങ്ങളല്ലേ വീട് വാടക, മേനോൻ സാറിൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, പിന്നെ പരിചയമില്ലാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവരാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. കാരണം അതൊരു പ്രശസ്ത എഴുത്തുകാരൻ JK ഇല്ലേ, അയാളാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേട്ടതും അനന്തനും മൂന്തനും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സ്തംഭിച്ച് പോവുകയാണ് കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അർച്ചനയും എല്ലാവരും കൂടി പിറന്നാളിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന പറയും, എടാ നിങ്ങൾ രണ്ടുപേരും കൂടി JK സാറിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് പറഞ്ഞിട്ട് വരും, ഏതായാലും ശരി നമ്മൾ ഫോണിലല്ലേ വിളിച്ചുള്ളൂ, നമ്മൾ മര്യാദ ചെയ്തു എങ്കിലും പറയുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വിളിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ചേച്ചിയുടെ സന്തോഷം കണ്ടിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അർച്ചനയ്ക്ക് അത്ര സന്തോഷമാണ് കേട്ടോ. അതേസമയം ചിന്നുമോള് പറയുന്നുണ്ട്, JK സാറ് വരുമ്പോൾ അമ്മയുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വേണം എന്നിങ്ങനെ പറയും. എന്താ മോളെ അത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രമ്യൊക്കെ പറയുന്നുണ്ട്, അമ്മ പാട്ട് പാടുമല്ലോ, ആ ഒരു പാട്ട് പാടിയാൽ മതി എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയ്യോ അതൊന്നും എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അല്ലല്ല അമ്മ മൂളിപ്പാട്ട് പാടുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ മഞ്ജു രമ്യൊക്കെ പറയുന്നുണ്ട്, അത് ശരിയാണ്, ചേച്ചിയുടെ വക ഒരു പാട്ട് ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു പെട്ടെന്ന് എന്നെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയും, വിളിക്കേണ്ട, അയാൾക്ക് അറിയുമല്ലോ പിറന്നാളാണ് എന്ന് അറിഞ്ഞിട്ട് അയാൾ ആശംസ അറിയിക്കുക, അത് വരുമോ എന്തോ ചെയ്തോട്ടെ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് അങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്, ഇവൾക്ക് ഇവളുടെ അച്ഛനേക്കാളും JK സാറിനെയാണല്ലോ ഇഷ്ടം എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് അനന്തനോടും മൂന്നനോടും അർച്ചന പറയുന്നു കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ തന്നെ പിറന്നാൾ ദിവസം അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, പിന്നെ JK സാറ് എന്തായാവോ വരുന്നുണ്ടോ എന്തോ അറിയില്ല എന്നാൽ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട വീട്ടിലേക്ക് പോയിട്ട് പിറന്നാൾ ആശംസകൾ നേരിട്ട് വാങ്ങണ്ട, അയാളെ നമ്മൾ അറിയിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് അയാളോട് നമ്മൾ വിളിച്ചിരിക്കുന്നത്, അതുപോരാതെ അനന്തനും മൂന്തനും പോയി പറഞ്ഞിട്ടും ഉണ്ടാവും.
അത് കാരണം നീ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം. എന്നാൽ ഞാനൊരു മെസ്സേജ് അയച്ചാലോ ചോദിക്കും, വേണ്ട നീ ഒരു ഗുഡ് മോർണിംഗ് അയച്ചേക്ക് പറയണം കേട്ടോ. അത് ഞാൻ അയച്ചിട്ടുണ്ട് അമ്മേ, പക്ഷേ റീപ്ലൈ തന്നിട്ടില്ല എന്ന് പറയണം. എങ്കിൽ വേണ്ട എന്ന് പറയണം. എന്തായാലും ശരി, JK സാറ് വരുമ്പോൾ എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം, അമ്മ എന്തായാലും പാടണം കേട്ടോ പറയും. അയ്യോ മോളെ അത് വേണ്ട കേട്ടോ, അത് വേണ്ട പറയുമ്പോൾ ഞാൻ JK സാറോട് ഇന്നലെ എന്നെ മെസ്സേജ് അയച്ചു എന്ന് പറയും. അമ്മ പാട്ട് പാടും എന്നുള്ളത് പറഞ്ഞു എന്ന് പറയും. അയ്യോ ആ മെസ്സേജ് നീ ഡിലീറ്റ് ചെയ്യ് പറയും. ഇല്ല സാർ അത് കണ്ടു എന്ന് പറയണം കേട്ടോ. ആകെ മൊത്തം അർച്ചനയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പാട്ട് പാടിയിട്ട് JK സാറിന് മുമ്പിൽ അത് ശരിയാവില്ല മോളെ എന്നിങ്ങനെ പറയും. ഇല്ല അമ്മേ അത് ശരിയാവും, അമ്മ പാട്ട് പാടണം എന്ന് പറയണം. എന്നാൽ ശരി നീ കയറി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം JK ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വരാൻ നേരത്ത് മധുബാല JK വിളിക്കുകയാണ് കേട്ടോ. മധുബാലയോട് ഭയങ്കര പ്രശ്നത്തിലാവുകയാണ് JK. അതിനുശേഷം JK പറയും പാപ്പച്ചനോട്, നീ നേരെ ബാറിലേക്ക് വിട് എന്ന് പറയുമ്പോൾ പാപ്പച്ചൻ പറയും, സാറ് ആ കുട്ടിയുടെ അടുത്തേക്ക് പിറന്നാളിന് പോവാം എന്ന് പറഞ്ഞതല്ലേ, പിന്നെ ബാറിലേക്ക് പോയിട്ട് അവിടേക്ക് പോകുന്നത് ശരിയല്ല. അമ്പാട്ട് കുടുംബക്കാരെക്കുറിച്ച് സാർക്ക് അറിയാത്തതാണ്, എനിക്കറിയാം. അവരങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല അവർ. അതുകൊണ്ടാണ് ഞാൻ സാറോട് പറയുന്നത്, അങ്ങോട്ടേക്ക് പോകണോ അതോ ബാറിലേക്ക് പോകണോ, അതോ ബാറിൽ നിന്ന് പോയിട്ട് ചിന്നുവിൻ്റെ അവിടേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ, ഏതായാലും ശരി ഞാൻ ഇന്ന് കുടിക്കാൻ പാടില്ലായിരുന്നു, ഇനി എന്തായാലും ഇന്ന് പോകാൻ പറ്റില്ല, താൻ ശരിക്ക് ബാറിലേക്ക് വിട് എന്ന് പറഞ്ഞതിന് ശേഷം പാപ്പച്ചൻ നേരെ ബാറിലേക്ക് വിടുകയാണ് കേട്ടോ. അതേസമയം ഫോണും സ്വിച്ച് ഓഫാക്കി വെക്കുകയാണ്. പിന്നീട് അർച്ചന പിറന്നാളൊക്കെ കഴിയുകയാണ്. അതിന് ശേഷം വൈകുന്നേരം ചിന്നു ആകെ മൂഡൗട്ടായിട്ട് ഇരിക്കുമ്പോൾ ചോദിക്കുക, എന്താ മോളെ പിറന്നാൾ കേക്ക് മുറിക്കുന്നവരെയും എല്ലാത്തിനും നീ സന്തോഷമായിരുന്നല്ലോ, വസും ദീപ്തിയും പോകുന്നവരെയും ഹാപ്പി ആയിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി എനിക്ക് മൂഡൗട്ടായത് എന്ന് ചോദിക്കും. അമ്മേ നമ്മൾ പ്രതീക്ഷിച്ച ഒരാൾ വരാതിരിക്കുമ്പോൾ അവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ അവരുടെ മുമ്പിൽ, അതുകൊണ്ടാണ് നമ്മൾ തനിയെ ഇരിക്കുമ്പോഴല്ലേ വിഷമം ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് വിഷമം വന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ ആദ്യം പ്രതീക്ഷിച്ച ആൾ JK ആയിരുന്നു, JK വന്നില്ല, സാരമില്ല മോളെ, അയാൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും, അതുകൊണ്ടാണ്, നമ്മൾ നല്ല രീതിയിലാണല്ലോ അയാളെ വിളിച്ചത്, പിന്നെന്താ മോള് വിഷമിക്കണ്ട എന്ന് അർച്ചന ചിന്നുവിനോട് പറയുക.